ഹായ് ക്രിയേറ്റേഴ്സ്. അങ്ങനെ AVS യൂട്യൂബ് ടിപ്സ് എന്നുള്ള ഈ ഒരു ചാനലിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നുള്ളത് ഞാൻ ആലോചിച്ചു. ഞാനെടുത്ത എഫേർട്ട്, കഷ്ടപ്പാട് എന്നൊന്നും പറയാൻ എനിക്കൊന്നുമില്ല. 1,00,000 ഫാമിലി ആകുമ്പോൾ ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നേടിയെടുത്തത് എന്നൊന്നും പറയാൻ എനിക്കങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ എഫേർട്ട് എടുത്തിട്ടില്ല. ഞാനെന്നല്ല, എല്ലാ ക്രിയേറ്റേഴ്സും ആ രീതിയിൽ തന്നെയാണ്. അവരവരുടെ വീഡിയോയുമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളെപ്പോലെയുള്ള ഓഡിയൻസ് നൽകുന്ന സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് 1,00,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള മൈൽ സ്റ്റോണിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് എന്താണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാൻ നേരിട്ട അല്ലെങ്കിൽ ഞാൻ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ചാനലിൽ വരാത്തപ്പോൾ ചെയ്ത ട്രിക്കുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത്. കാരണം എല്ലാവരും ചാനൽ തുടങ്ങുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോണിറ്റൈസേഷൻ ആവണം എന്നുണ്ടെങ്കിൽ മിനിമം 1000 സബ്സ്ക്രൈബർ വേണം. അപ്പം എല്ലാവരും പറയുന്നൊരു കാര്യം അത് തന്നെയാണ്, എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നു, വളരെ ഈസി ആയിട്ട് നമുക്കത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ചില തെറ്റുകൾ നമ്മളൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രത്യേകിച്ചൊരു എഫേർട്ട് എടുക്കേണ്ടതില്ല. ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ട് 1000 സബ്സ്ക്രൈബർ 2000 സബ്സ്ക്രൈബറൊക്കെ എത്തി, ഇനി അങ്ങോട്ട് 1,00,000 എത്തണമെങ്കിൽ നന്നായിട്ട് പണിയെടുക്കണം, നന്നായിട്ട് എഫേർട്ട് എടുക്കണം എന്നുള്ള രീതിയിലാണ്. ഞാൻ പറയുന്നത്, 0 സബിൽ നിന്നും 1000 സബിലേക്ക് നിങ്ങൾ എത്താൻ നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ടില്ല, ആ ഒരു എഫേർട്ട് വേണ്ട 1000 സബിൽ നിന്നും 1,00,000 എത്താൻ. അത് ഏതൊരു ജെനുവിനായിട്ട് പറയുന്ന ഒരു ക്രിയേറ്ററോട് ചോദിച്ചാലും അവർ നിങ്ങൾക്കത് സമ്മതിച്ച് തരുന്ന ഒരു കാര്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് 0 സബിൽ നിന്നും 1000 സബിലേക്ക് എത്താനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100, 200, 300 സബ്ബോ ആയിക്കോട്ടെ, നിങ്ങൾ ആ നേടുന്ന സബ്ബാണ് നിങ്ങളുടെ ചാനൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്. ഈ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ചാനലിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ നേടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അതാണ് ഏറ്റവും കഷ്ടം. അത് നിങ്ങൾ നേടാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറകിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിത് പറയാൻ കാരണം, ഇത്രയും മടിയുള്ള, യൂട്യൂബിൽ ഇത്രയും തീരെ ശ്രദ്ധിക്കാത്ത എനിക്ക് ഇങ്ങനെ 1,00,000 സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കഴിയും എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് വളരെ സിമ്പിൾ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു അതിശയോക്തിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതല്ല. എൻ്റെ ചാനൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ പഴയ വീഡിയോസിൻ്റെ ഒക്കെ അവസ്ഥ. പക്ഷെ ആ ഒരു ചാനലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പരിതാപകരമായിരുന്നു. നിങ്ങളിപ്പോൾ ജസ്റ്റ് എൻ്റെ ചാനലിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഞാൻ കയറി നോക്കാൻ പറഞ്ഞു. പക്ഷെ ലളിത ഒരു സിനിമ പറയുന്ന പോലെ അങ്ങനെ അങ്ങ് നോക്കണ്ടെന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ എൻ്റെ ചാനൽ അൺസബ് ചെയ്തേക്കാം. അത്രയും മോശമായിട്ടുള്ള അവതരണം, ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ഒക്കെയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഓഡിയോ ക്വാളിറ്റി ശ്രദ്ധിക്കുക. ഓഡിയോ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്ക് സബ് വരാൻ വളരെയധികം ചാൻസ് കുറവാണ്. കാരണം നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന ഈ ഒരു ഓഡിയോ നിങ്ങൾക്ക് ഈ രീതിയിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നോയ്സ് ആയിരിക്കും. നിങ്ങൾ പിടിച്ചിരുത്താൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ പെട്ടെന്ന് അടുത്ത വീഡിയോയിലോട്ട് സ്കിപ്പ് ചെയ്തു പോകും. പകരം ഈ ഒരു ഓഡിയോ ക്വാളിറ്റി വരുമ്പോഴാണ് നിങ്ങൾക്കത് കാണാൻ, കേൾക്കാനുള്ളൊരു ടെൻഡൻസി. മാത്രമല്ല, നമ്മുടെ ഒരു കാണുമ്പോൾ ഉള്ളൊരു വീഡിയോ ക്വാളിറ്റി അതിപ്പോൾ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ, ഞാൻ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതല്ല. ഒരു ബൊയയുടെ മൈക്കാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ബൊയയുടെ മൈക്ക് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. വീഡിയോ തുടക്കത്തിൽ ഞാൻ ഈ AVS യൂട്യൂബ് ടിപ്സ് എന്നുള്ള ചാനലിൽ വീഡിയോ ചെയ്യുമ്പോൾ അന്ന് എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. യൂട്യൂബ് ടിപ്സ് മലയാളം, ഒരു യൂണീക്ക് നെയിം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ക്യാഷ് കിട്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ട് പലരും വീഡിയോ ചെയ്തപ്പോൾ യൂട്യൂബ് ടിപ്സ് മലയാളമാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ആ സമയത്ത് പേരിൽ പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ചാനലിൻ്റെ ലേഔട്ട്, ചാനലിൻ്റെ കസ്റ്റമൈസേഷൻ, നമ്മുടെ ചാനൽ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക്, ഇപ്പം ഞാൻ നിങ്ങളോട് കയറി നോക്കാൻ പറഞ്ഞു എൻ്റെ ചാനലിൽ നല്ലൊരു കവർ പിക്ചറും പ്രൊഫൈൽ പിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ചാനലിലെ വീഡിയോസിന്റെ സെക്ഷനിൽ കൃത്യമായിട്ടുള്ള ഒരു ഓർഡർ, ഒരു ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ് ചെയ്യും.
നിങ്ങളെ ചാനൽ ആരെങ്കിലും അങ്ങനെ കയറി കഴിഞ്ഞാൽ സബ് ചെയ്യുമോ? അപ്പോൾ ആദ്യം നമ്മുടെ ചാനലിലേക്ക് കയറുമ്പോൾ ചാനലിൻ്റെ കസ്റ്റമൈസേഷൻ പെർഫെക്റ്റ് ആയിരിക്കണം. നല്ലൊരു കവർ പിക്ചർ, നല്ല യൂണീക്ക് ആയിട്ടുള്ള നമുക്ക് ഒരു നെയിമും അതിന് നല്ലൊരു പിക്ചറും വന്നു കഴിഞ്ഞാൽ അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതിന് കൂടാതെ കവർ പിക്ചറും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാൾ നമ്മുടെ ചാനലിലേക്ക് വരുമ്പോൾ ആ ഒരു ലേഔട്ട് ഓക്കെയാണ്. പിന്നെയുള്ളത് വീഡിയോസ് ആണ്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, കുറച്ച് ബാക്കപ്പ് വീഡിയോസ് നമ്മൾ തയ്യാറാക്കിയിട്ട് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ആ ചാനലിലേക്ക് കയറുമ്പോൾ ആ വീഡിയോസ് ഇങ്ങനെ നിരന്ന് ഓർഡറിലായിട്ട് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഫീലാണ്. ഇത് സബ് ചെയ്യാൻ പറ്റും, സബ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ചാനലിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞു അപ്പോൾ അയാളെ കൊണ്ട് സബ് ചെയ്യാൻ ഈ ഒരു കാര്യം നമ്മൾ ശ്രമം. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ 2 വീഡിയോ ഇട്ടിട്ട് നമ്മളെല്ലാവരും വന്ന് ലിങ്ക് വഴിയോ അങ്ങനെ വന്ന് ഇൻവൈറ്റ് ചെയ്യാതെ കുറച്ച് ബാക്കപ്പ് വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാത്ത ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വീഡിയോ ചെയ്ത്, അപ്പം ഞാൻ ഇതിൽ ഓഡിയോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓഡിയോ ഞാൻ തീരെ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പറയുന്നത് ഒരു എന്താ പറയുക, എൻ്റെ വീഡിയോ കണ്ട് യൂസ്ഫുള്ളായി ക്യാഷ് കിട്ടിയ ഒരാൾ എനിക്ക് ഓൺലൈൻ വഴി ബോയയുടെ ഒരു മൈക്ക് കൊടുത്തയക്കായിരുന്നു. കാരണം അവർ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ ഞാൻ എൻ്റെ ചെവിയിൽ വെച്ചിട്ടാണ് ഞാനത് കേട്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു മൈക്ക് നിങ്ങൾ യൂസ് ചെയ്യൂ, കാരണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ആ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്തപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റിയേക്കാൾ ഓഡിയോ ഇങ്ങ് സെറ്റായപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം. എൻ്റെ ചാനലിലെ നാച്ചുറേ മാറി, ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം. കാരണം നമ്മൾ ടിപ്സ് പറയുന്നൊരു സംഭവമല്ല. അപ്പോൾ അത് അത്രയും ക്വാളിറ്റിയിൽ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു അത്ഭുതം തോന്നി. ഇപ്പം ഇത്രയും ഈ ഒരു മൈക്ക് കൊണ്ട് ഇത്ര വലിയ മാറ്റം വരുമോ എന്നുള്ളത്. പക്ഷെ അവിടെ എൻ്റെ ഒരു ഓഡിയോയിൽ മാത്രം ആ ഒരു മാറ്റം വന്നപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചാനലിൻ്റെ ഗ്രോത്തിലും വലിയ ഒരു മാറ്റം വരാൻ തുടങ്ങി. അത് ഞാൻ സ്വയം എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇനി നിങ്ങളോട് ഈ ഒരു തെറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ആദ്യത്തെ വീഡിയോ മുതൽ തന്നെ മിനിമം ഒരു ക്വാളിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യുക. ഞാൻ ചെയ്ത പോലെ ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മൾ ഒരുപാട് ലോങ്ങിൽ നിന്ന് സംസാരിക്കുക, മൈക്കൊന്നും ഇല്ലാതെ നോയ്സ്. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ ഭയങ്കര സെറ്റപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നാണ്. എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. പക്ഷെ അതിലും താഴെ വന്നിട്ട് ഇത് അടിപൊളി എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പാവം, എന്നെ സങ്കടപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്കും തോന്നും മോശം മോശം മോശം, ഭയങ്കര മോശം എന്ന് അത് കാണുമ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനതവിടെ വെച്ചിട്ടുള്ളത്, ഈ ചാനലിൽ മുന്നോട്ട് വരുന്നവരുണ്ടെങ്കിൽ അയ്യോ നമുക്കൊന്നും പറ്റിയ പണിയല്ല ഇത് എന്നിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. എല്ലാവരും തുടക്കത്തിൽ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, മാറാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. ഏറ്റവും വൃത്തിയായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി, അത് എന്ത് നിങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ, എന്ത് തരം വീഡിയോ ആണെങ്കിലും ഓഡിയോ ക്വാളിറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. അത് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ചാനലിൽ എനിക്ക് തോന്നുമ്പോൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ മറ്റ് ചാനലുകളൊക്കെ ഉണ്ട്, അപ്പോൾ അത് മോണിറ്റൈസേഷൻ ഓണാണ്. അപ്പോൾ ചുമ്മാ ഇതിൽ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡ് സഹിതം എന്തെങ്കിലും ഇടുന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ അത് ഈ ഒരു ക്യാഷ് കിട്ടാത്ത പ്രോബ്ലം ആയതുകൊണ്ട് മാത്രമാണ് ആളുകൾ സെർച്ച് ചെയ്ത് അതിലേക്ക് എത്തിയത്, അല്ലാതെ ആരും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ചാനൽ അങ്ങനെ ഗ്രോത്ത് ആവുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ഈ മൈക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഞാനൊന്ന് സ്ഥിരമായിട്ടൊന്ന് വീഡിയോ ഇടാൻ തുടങ്ങി. റെഗുലർ ആയിട്ടൊന്ന് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ എപ്പോഴും പറയില്ലേ, നമ്മൾ ഡാഷ്ബോർഡ് ഓൺ ചെയ്യുമ്പോൾ ഗ്രീന് കത്തുന്നു, അങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ഗ്രോത്ത് ആവും. പിന്നെ ഞാനൊന്ന് ബ്രേക്ക് എടുത്താൽ താഴോട്ട് പോകും. അപ്പം എനിക്ക് മനസ്സിലായി, ഇവിടെ കൺസിസ്റ്റൻസി നമ്മൾ ചുമ്മാ പറയല്ല, റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കീപ്പ് ചെയ്ത് നോക്കി. വളരെ വലിയൊരു മാറ്റമാണ് വന്നത്. കാരണം ഓഡിയോ ക്വാളിറ്റി മാറി, വീഡിയോ ക്വാളിറ്റി മാറുന്നു, പ്ലസ് കൺസിസ്റ്റൻസി കൂടി അതിൻ്റെ കൂടെ ചെയ്യുന്നപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പിന്നെ ഞാൻ സബ് പറയാൻ അല്ലെങ്കിൽ സബ് ചോദിക്കലൊന്നുമില്ല. അപ്പൊ സബ് ഫോർ സബ് ഞാൻ തുടക്കം മുതൽ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. പകരം നമുക്ക് ആസ്ക് ഫോർ സബ്, നമ്മൾ സബ് ചെയ്യാൻ പറയാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾക്ക് കൂടുതൽ യൂട്യൂബ് ടിപ്സിനായിട്ട് ഈ ചാനൽ സബ് ചെയ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സബ് ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ചാനലും അതുപോലെ തന്നെയാണ്. ഒരു ഓഡിയൻസ് നിങ്ങളതിലേക്ക് ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തിന് നിങ്ങളുടെ ചാനൽ സബ് ചെയ്യണം, അത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ അതിനുള്ളൊരു ആൻസർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, കിട്ടിയാൽ, അങ്ങനെയുള്ളൊരു ചാനലായിട്ട് നിങ്ങളുടെ ചാനൽ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്ബൊക്കെ വളരെ വേഗത്തിൽ കിട്ടും. നിങ്ങളുടെ ചാനൽ ശരിയായ ട്രാക്കിലാണെന്ന് പറയാം. പക്ഷെ അതുവരെ
യൂട്യൂബ് എൻ്റെ ചാനൽ ഗ്രോത്ത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്, യൂട്യൂബ് ആദ്യം നമ്മൾ സീരിയസ് ആണോ, നമ്മൾ ജെനുവിൻ ആണോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സീരിയസ് യൂട്യൂബർ ആണോ ജെനുവിൻ ആണോ എന്നുള്ളത് യൂട്യൂബ് നമ്മളങ്ങനെ ഇരുത്തി ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടല്ല അവർ തീരുമാനിക്കുന്നത്. പകരം നമ്മുടെ ചാനൽ അവർ ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഈ മിസ്റ്റേക്കുകളൊക്കെ ചെയ്തപ്പോൾ യൂട്യൂബ് ഒരു തരത്തിലും നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പകരം ഞാൻ ഈ മാറ്റങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസും വന്നു തുടങ്ങി. യൂട്യൂബും അപ്പം എന്ത് ചെയ്തു, ജെനുവിൻ ആയിട്ടുള്ള സീരിയസ് യൂട്യൂബർ ആണ്. പിന്നെ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് ലൈവായിട്ട് എനിക്ക് വന്നൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു മാറ്റം എനിക്ക് മനസ്സിലായി. യൂട്യൂബ് നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ചാനൽ ഞാൻ വിചാരിച്ച പോലെയല്ല, നമ്മളങ്ങ് യൂട്യൂബിലേക്ക് വന്ന ഉടനെ നിങ്ങളാണെങ്കിലും പെട്ടെന്ന് അങ്ങ് എടുത്ത് കൊണ്ടുപോവില്ല. കുറച്ച് ക്ഷമ വേണം. നമുക്ക് ആർക്കു വേണ്ടി വീഡിയോ ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഒക്കെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷന് തമ്മിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നിരുന്നാൽ കൂടെയും അതിന് കുറച്ച് സമയമെടുക്കും നമ്മുടെ ചാനലിന്റെ റാങ്കിങ്ങിൽ വരാനും കാര്യങ്ങളൊക്കെ. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഉറക്കമൊഴിക്കണമെന്നോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ചെയ്തത് എൻ്റെ ഒഴിവ് സമയങ്ങളിൽ എൻ്റെ ഓഡിയൻസ് ആരാണ്, അവർക്ക് എന്താണ് വേണ്ടത് എന്ന് ജസ്റ്റ് മനസ്സിലാക്കി എൻ്റെ ഓഡിയോ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ റീച്ച് ആകാൻ പറ്റിയെങ്കിൽ, എന്നേക്കാൾ നന്നായിട്ട് വീഡിയോ ചെയ്യുന്ന കണ്ടന്റ് ഐഡിയാസ് ഉള്ള നിങ്ങൾക്ക് വ്ളോഗ് എന്തോ ആയിക്കോട്ടെ, കുക്കിങ്ങോ ക്രാഫ്റ്റ് എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ച് വീഡിയോ ചെയ്തപ്പോൾ സബ്സ്ക്രൈബേഴ്സിൽ ഇങ്ങനെ മാറ്റം വരാൻ തുടങ്ങി, നല്ല രീതിയിലുള്ള മാറ്റം. പക്ഷെ 0 സബിൽ നിന്നും ഞാൻ 1000 സബിലേക്ക് എത്താൻ എടുത്ത എഫേർട്ട് 1000 സബിൽ നിന്നും 1 ലാഖിലേക്ക് എത്താൻ ഞാൻ എടുത്തിട്ടില്ല. അത് ഞാൻ എവിടെയും പറയും, ഏതൊരു ക്രിയേറ്ററും അത് സമ്മതിച്ച് തരേണ്ട ഒരു കാര്യമാണ്. കാരണം ആദ്യത്തെ സബ്സ്ക്രൈബേഴ്സ് മുതൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് വരെ നിങ്ങൾക്ക് 200 സബ് 300 സബ് 1000-ൽ താഴെയാണ് സബ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് നിങ്ങളുടെ യൂട്യൂബ് കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തുടക്കത്തിൽ നമുക്ക് ഒരു സപ്പോർട്ടും ഇല്ല, ഒരു ഗ്രൗണ്ട് സപ്പോർട്ടും ഇല്ല. ആ സമയത്ത് നിങ്ങൾക്ക് ഇത്രയും സബ് 1000-ൽ താഴെ സബ് നിങ്ങൾക്ക് നേടാൻ പറ്റിയെങ്കിൽ 1 ലാഖ് സബ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു വലിയൊരു തടസ്സമല്ല, 100% ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്നും 1000 സബിലേക്ക് എത്താൻ എടുത്ത എഫേർട്ട് 1000-ൽ നിന്നും 1 ലാഖിലേക്ക് എത്താൻ എടുത്തിട്ടില്ല. 100% ഞാനിത് എവിടെയും പറയും. കാരണം അപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ അതേ ഒരു ദിവസം പിന്നെ നമ്മൾ 4 വീഡിയോ 10 വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ. ചാനൽ റീച്ച് ആവുന്നതിനനുസരിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോന്റെ എണ്ണം കുറക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അത്ര വലിയ സംഭവമൊന്നുമല്ല ഈ ഒരു 1 ലാഖ് സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കുക എന്നുള്ളത്, സിൽവർ പ്ലേ ബട്ടൺ നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാക്കി യൂട്യൂബ് എന്താണെന്ന് മനസ്സിലാക്കി വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു ഒഴിവ് സമയം ഇതിന് കുറച്ച് സമയം മാറ്റിവെച്ച് ചെയ്താൽ മതി. അതല്ലാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവമല്ല യൂട്യൂബ്. അതൊക്കെ നമ്മൾ വല്ല ജോലിയിലും കാര്യത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇതിൽ നമ്മൾ നമ്മുടെ പാഷൻ എന്താണ്, നമുക്ക് താല്പര്യം എന്താണ്, അത് നമ്മൾ നമ്മുടെ ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ മൈൽ സ്റ്റോണുകളെല്ലാം നേടാൻ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും 0 സബിൽ നിന്ന് 1000 സബും 1 ലാഖ് സബിലേക്കും വളരെ വേഗത്തിൽ എത്താൻ കഴിയുമെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എനിക്ക് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും എന്നേക്കാൾ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്ന നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.